ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ മരങ്ങളൊക്കെ പതിയെ പൂത്ത് തുടങ്ങി. അപ്പോൾ ഇനി പൂക്കളുടെ ഒരു സീസണിലേക്ക് വരുവാണ്. അപ്പോൾ അതൊക്കെ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് വലിയ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വലിയ കുക്കിംഗ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ചിക്കൻ കറിയൊക്കെ ഉച്ചയ്ക്ക് കൂട്ടുന്നതല്ലേ, അപ്പോൾ രാവിലെ കുറച്ച് ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന്. അപ്പം ഞാൻ ഇഡ്ഡലി മാവ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. കുറച്ച് റാഗി ദോശയുടെ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ശ്രീഹരിക്ക് റാഗി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആവി കയറാൻ വേണ്ടിയിട്ട്. പിന്നെ മാവ് നമ്മുടെ ദോശക്കല്ലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി വെക്കുമ്പോഴത്തേനും നമ്മുടെ ദോശക്കല്ലും പാകത്തിന് ചൂടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാം. പിന്നെ ഞാനിന്ന് തേങ്ങാ ചമ്മന്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിന്ന് മുളക് ചമ്മന്തി മീൻസ് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഞാനതങ്ങ് ഒന്നാമത് ഈ കുഞ്ഞുള്ളി തൊലി കളഞ്ഞെല്ലാം എടുക്കുന്ന മെനക്കേട് ഓർക്കുമ്പോൾ തേങ്ങ ഇരിപ്പുണ്ടല്ലോ, അങ്ങ് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിക്കും. അതാണ് മെയിൻ കാരണം. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പതിയെ ദോശയൊക്കെ ചുട്ടു തുടങ്ങി. ഇതിപ്പോൾ ഒരു 9 മണി ആകാറായിട്ടുണ്ട്. ഞാനെല്ലാം പതുക്കെ ആണ്. വീക്കെൻഡിൽ സ്പീഡ് പരിപാടിയൊന്നുമില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് ലേറ്റാവും. അപ്പോൾ തന്നെ ചായ ഇട്ട് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉള്ളി തൊലി കളയുന്നുമുണ്ട്. ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഈ പുല്ലാങ്കുഴലില്ലേ, നമ്മുടെ ഫ്ലൂട്ട് ഓടക്കുഴൽ, അത് വായിക്കുന്ന ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഉള്ളിയൊക്കെ എല്ലാം തൊലി കളഞ്ഞ് മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പച്ചയ്ക്ക് എടുക്കും. അതും എനിക്കിഷ്ടമാണ്, ഇതും എനിക്കിഷ്ടമാണ്. അപ്പം പച്ചയ്ക്ക് എടുക്കുന്നത് ഞാൻ ഗോതമ്പ് ദോശയ്ക്കാണ്. ഇഡ്ഡലിയുടെ കൂടെ എനിക്ക് ഇങ്ങനെ എടുക്കുന്ന കുറച്ചുകൂടി ഇഷ്ടം. ദോശയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ മിക്സിയിലകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ഓടക്കുഴൽ ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ പുറത്തൂടെ അത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞാനതിങ്ങനെ എന്താണെന്ന് നോക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനത് നോക്കാൻ പോയി. അപ്പോൾ ഒരാളിങ്ങനെ പിള്ളേർ കളിക്കുന്ന ഇങ്ങനെ ഊത്തി സംഭവമാണോ അത് ഒറിജിനൽ ഓടക്കുഴലാണോ എന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ അതും വായിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ നിന്ന് അയാളെ നോക്കി അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് അതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അയാൾ പോകുന്നിടം വരെ ഞാനത് നോക്കി അവിടെ നിന്നു. നല്ല രസമല്ലേ അതിങ്ങനെ കേൾക്കാനായിട്ട്. അപ്പം ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് അടുക്കളയിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉള്ളി ഞാൻ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എണ്ണ ചൂടായി. എന്നിട്ട് അതിലേക്ക് ഈ ഉള്ളി ചേർത്ത് കൊടുക്കും, ചതച്ച ഉള്ളി ചേർത്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഇട്ട് അത് വഴറ്റിയിട്ട് ആ ഉള്ളിയുടെ ഒരു പച്ച മണം ഒന്നും ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഉള്ളിയുടെ പച്ചമണം മാറിയപ്പോഴത്തേനും ഞാൻ അതിനകത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വറ്റിച്ച് അതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് എന്നിട്ട് അതിങ്ങനെ കുറച്ചൊരു ലോ ഫ്ലെയിമിൽ വെച്ച് അതൊരു നല്ല കൺസിസ്റ്റൻസിയിലാക്കി എടുത്ത് നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയായി. പിന്നെ ഇത് പപ്പായയും ടൊമാറ്റോയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ പാല് തരുന്ന അവരുടെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഓർക്കാതെ ഞാൻ ഇന്നലെ പോയി കുറച്ച് തക്കാളി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എനിക്ക് കിട്ടിയതാണ്, ഫ്രീ കിട്ടിയതാണ് ഒരു സംഭവം. എന്തോ ഒരു സംഭവം മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ്.
പക്ഷേ ഇതെങ്ങനെയാണ് വെച്ച് നോക്കാൻ എനിക്കൊരു പേടി, ഇനി ഇത് വെച്ചിട്ട് വയറ്റിന് വല്ലതും അസുഖം വരണ്ടെന്ന് ഞാനിങ്ങനെ അത് എടുക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാം ഫുൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ബിരിയാണി കിറ്റ് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, അതങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നതിനകത്ത് പറയുന്നത്. പിന്നെ ഞാൻ അപ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ മാത്രമാണ് അതിനിടയ്ക്ക് എടുക്കാൻ മറന്നു ഫുഡ് കഴിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കണം. ഞാൻ ഇന്നലെ അത് വാങ്ങിച്ച് അതുപോലെ കൊണ്ടുവച്ചു. അപ്പം ഒത്തിരി വാങ്ങിക്കാനുണ്ടായിരുന്നു, കാരണം ഇവിടുത്തെ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഏകദേശം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, തക്കാളി ഞാൻ എക്സ്ട്രാ അബദ്ധമായിപ്പോയി. ഇനി അത് എന്ത് ചെയ്യും, ഇനി എല്ലാ ദിവസവും തക്കാളി കൂട്ടം ഉണ്ടാക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ തക്കാളി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പേരയ്ക്ക, ആപ്പിൾ, മാതള നാരങ്ങ, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ സാധാരണ മേടിക്കുന്ന പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. കോവയ്ക്കയാണ് ഇപ്രാവശ്യം ഞാൻ പച്ചക്കറി മേടിച്ച കോവയ്ക്ക, ബീൻസും, പിന്നെ ഒരു പപ്പായ. ഇവിടെ പപ്പായ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ചീരയുടെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചീരത്തോരനും പപ്പായ തോരനും ഞങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ അതിടയ്ക്ക് ഞാനിങ്ങനെ വാങ്ങിക്കും. അപ്പം ഞാനതെല്ലാം നമ്മുടെ മറ്റേ വെജിറ്റബിൾ ഇങ്ങനെയുള്ള സംഭവമില്ല, ഇങ്ങനെ സിപ്പ് കവറില്ലേ, അതിനകത്താക്കി വെക്കുകയാണ്. എല്ലാം അറേഞ്ച് ചെയ്ത് ആക്കി വെക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ബീൻസ് തോരൻ വെക്കണമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ പ്ലാനൊക്കെ മാറ്റി ബീൻസ് തോരൻ വെക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എനിക്ക് ഈ കൊട്ട ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം അതിനകത്ത് വെച്ച് നമ്മൾ മേടിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അതിനകത്ത് ഇരുന്നോളും. എന്നിട്ട് ആ സിബ് ഇട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ വാങ്ങിച്ച സംഭവമാണ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഹൈലൈൻസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ പച്ചമുളക് ഞാൻ ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ടിഷ്യൂ പേപ്പറിലിട്ട് ഉണക്കിയിട്ട് ഞാനൊരു സിപ്പ് കവറിലാണ് ഇട്ട് വെക്കുന്നത്. ഞാൻ ഇത്രയും വരെ കാണിച്ച് ഞാൻ ആ സിപ്പ് കവറിലിട്ട് വെക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വലിയ രീതിയിലുള്ള കുക്കിംഗ് ഡേ അല്ല ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രിയിലെ ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് കുമ്പളങ്ങ കൊണ്ടൊരു മോരുകറി മാത്രമേ വെക്കുന്നുള്ളൂ. ഞാൻ ബീൻസ് തോരൻ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചല്ലോ. പിന്നെ ഞാനത് മാറ്റി, കാരണം എനിക്ക് ബീൻസ് ഇനി അരിയാൻ വയ്യ എന്ന്. അതുകൊണ്ട് ഞാൻ വേഗം ഒരു സാലഡ് അപ്പോൾ ചിക്കൻ കറിയും പുളിശ്ശേരിയും സാലഡും നല്ല കോമ്പിനേഷനല്ലേ. പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും, പക്ഷെ പപ്പടം ഇല്ലായിരുന്നു. ഇങ്ങനെ കുക്കുംബറും ഒനിയനും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് തൈരും ഉപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി. അത് എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണ്. ശ്രീഹരിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ കൂട്ടും. പിന്നെ ഞാൻ കുമ്പളങ്ങയൊക്കെ വേവിച്ച് ഒരു മോര് കാച്ചത്, തേങ്ങ അരയ്ക്കാത്ത ഒരു മോര് കാച്ചതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി കുറച്ച് ഞാൻ എടുത്ത് ചൂടാക്കി വെക്കുകയാണ്. ബാക്കി ഞാൻ രാത്രിയിലെടുക്കും. അപ്പം അങ്ങനെ ഉച്ചക്കത്തെ ഊണ് സെറ്റായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്ന രാത്രിയിലാണ്. അത് കഴിഞ്ഞുള്ള ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ചായ കുടിച്ചു, പിന്നെ നമ്മൾ പുറത്തൊന്നും പോയില്ല, പിന്നെ ഫുൾ റെസ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രി സിനിമ കാണാൻ പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ രാത്രിയിൽ പുട്ടും ഉണ്ടാക്കി, ചിക്കൻ കറി ഇരിപ്പും ഉണ്ടായിരുന്നു, അതും ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇതൊരു 10 മണിയായിട്ടുണ്ട്. 10 മണിയായപ്പോൾ ഞങ്ങൾ പതുക്കെ സിനിമ കാണാൻ ഇറങ്ങി. 10:30 ഷോ ആണ്. ഇവിടെ അടുത്ത് ഞങ്ങളുടെ എലമെൻറ്റ്സ് മോളിലെ PVRലാണ്. ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് എലമെൻറ്റ്സ് മോളും അവിടുത്തെ PVRും ഒക്കെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഇവിടെ വലിയ തിരക്കില്ല ഞങ്ങളുടെ ഈ ഒരു റോഡിൽ. പിന്നെ പുറത്തോട്ട് നമ്മുടെ ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ട്. ലിങ്കിനിലൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ ഇതാണ് മാന്യത ടെക് പാർക്ക്. ഇവിടെ ആയിരുന്നു ശ്രീഹരി ആദ്യം ബാംഗ്ലൂർ വന്ന് ജോലി, ഈ ടെക് പാർക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പെട്ടത്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ മാറി വേറെ പല സ്ഥലങ്ങളിലായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലവുമായിട്ട് അത്ര ഇതായത്. ഇവിടെ ആയിരുന്നു ആദ്യം ശ്രീഹരിക്ക് ജോലി, അങ്ങനെയാണ് ഇവിടെ വന്നത്.
അപ്പം ടെക് പാർക്ക് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എലമെൻറ്റ്സ് മോൾ, ഇതാണ് എലമെൻറ്റ്സ് മോള്. അപ്പം ഇവിടുത്തെ PVR, ഇവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു മോളും ഞങ്ങൾ വരുന്നത്. ഇവിടെയാണ് മിക്കവാറും സിനിമ കാണാൻ ഞങ്ങൾ വരുന്നത്. ചിലപ്പോഴൊക്കെ മറ്റേ മോൾ ഓഫ് ബംഗളൂരിലൊക്കെ പോകത്തുള്ളൂ, ഭാരതീയ സിറ്റിയിൽ. അത് കുറച്ച് ദൂരെ, ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ ലിഫ്റ്റിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം സിനിമ കാണാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വലിയ തിക്കും തിരക്കൊന്നുമില്ല, കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ PVRലെത്തി. PVRലൊക്കെ നല്ല ആളുണ്ട്. നമ്മൾ എബ്രഹാം ഓസ്ലറിനാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം എല്ലാ സീറ്റും ബുക്ക്ഡായിരുന്നു. അപ്പം ഞങ്ങൾ വെള്ളം മേടിച്ചുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചു, കാരണം വെള്ളം കുടിക്കേണ്ട, വെള്ളം രാത്രിയിലല്ലേ. ഇപ്പോൾ രാത്രി അങ്ങനെ പ്രത്യേകിച്ചൊന്നും രാത്രി സിനിമയ്ക്ക് പോകുമ്പം കഴിക്കാറില്ല. വിശക്കുവാണെങ്കിൽ മാത്രം എന്തെങ്കിലും മേടിച്ച് കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ കയറി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി. നല്ല സിനിമയായിരുന്നു. ഇപ്പോൾ ഒരു 1 മണി സമയമായിട്ടുണ്ട്, വെളുപ്പാങ്കാലത്ത് ഒരു മണി 1:15 ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകണം. ഇനി ചെന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ നല്ല സിനിമയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എബ്രഹാം ഓസ്ലറാണ് കാണാൻ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു 1:20 ആയപ്പം തിരിച്ച് ഫ്ലാറ്റിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ, സീ യു.